അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു കരുതുന്നു. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തും പരലോകത്തും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലമായി നവോത്ഥാന മേഖലയിലും സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി മുന്നിൽ നിന്ന മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ നാൾവഴികളിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുമ്പോൾ സമൂഹത്തിന് ഉപകാരമുണ്ടാക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന നായകന്മാർ നയിച്ച ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ കുറെ കാലങ്ങൾക്ക് ശേഷം ചില വിഭാഗീയതകളൊക്കെ ഉണ്ടായി. അതൊക്കെ നിങ്ങൾക്കറിയാം. ആ വിഭാഗീയതകള് കുറെയൊക്കെ ഒന്ന് അടങ്ങിയിരുന്നു. എന്നിട്ട് പ്രസ്ഥാനത്തിൽ ഒരു മഹത്തായ ഐക്യമുണ്ടായി. ആ ഐക്യത്തിൽ മൂന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മാതൃസംഘടനയും അതിന് ശേഷം മാറിപ്പോയ മർക്കസുദ് ദഅവയും തമ്മിലായിരുന്നു ഐക്യം. അതിനുശേഷം ആ ഐക്യം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ മർക്കസുദ് ദഅവയ്ക്ക് ശേഷം മറ്റൊരു ഒരു സംഘടനയായിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും മാറി നിന്നിരുന്നു. ഞാൻ അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് ആ ഐക്യത്തിന് ശേഷം ഒരു പരിധിവരെ മർക്കസുദ് ദഅവയും കേരള നദ്വത്തുൽ മുജാഹിദീനും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചതായിരുന്നു. അപ്പോഴും വിസ്ഡവുമായിട്ടുള്ള ചർച്ചകളുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത് ഏകദേശം അവസാനിച്ചിരുന്നു. പിന്നെ പൊതുവെ ഒന്ന് ശാന്തമായിരുന്നു കുറച്ചു കാലത്തേക്ക്. മൂന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴിതാ ചില വിവാദങ്ങളൊക്കെ വീണ്ടും വല്ലാണ്ട് കത്തിപ്പടരുകയാണ്. ആ കത്തിപ്പടർത്തുന്നതിന്റെ പിന്നിൽ അവരൊക്കെ എല്ലാവരും അവകാശപ്പെടുന്ന ഞങ്ങളെ കൂടെ ധാരാളം അനുയായികളുണ്ട്. അപ്പൊ ഇപ്പൊ മണ്ണ് ഞങ്ങൾക്കൊന്ന് പാകമാണെന്ന് തോന്നുമ്പോൾ ഓരോരുത്തരും ഒന്ന് വല്ലാണ്ട് സജീവമാകുക. ആ സജീവമാകുന്നത് ഖുറാഫാത്തിനും ബിദ്അത്തിനും ശിർക്കിനും എതിരൊക്കെ ആളുകൾ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും നേർച്ചകളിലേക്കും വഴിപാടുകളിലേക്കും അതേപോലെ തന്നെ ആത്മീയ ചൂഷണങ്ങളിലേക്കും പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ തന്നെ ആത്മീയതയെ ചൂഷണം ചെയ്തിട്ടുള്ള ധാരാളം തമ്മാടിത്തരങ്ങൾ നടക്കുന്നു. അതിലേക്കൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ടില്ല എന്നല്ല, അതിനപ്പുറത്തേക്ക് ഉള്ളിൽ തന്നെ ആരാണ് മികച്ചത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള വല്ലാത്ത ഒരു ബദ്ധപ്പാടിന്റെ ഭാഗമായിട്ട് ജിന്നു സിഹറു പിശാച് ചർച്ചയൊക്കെ വീണ്ടും പ്രസ്ഥാനത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ വൈജ്ഞാനിക ചർച്ചയെ ഭയപ്പെടുന്ന ഒരു കൂട്ടത്തിലല്ല. വൈജ്ഞാനിക ചർച്ചകൾ നടക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ആ ചർച്ചകളൊക്കെ ഒരു കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാവട്ടെ, ഒരു മെറിറ്റ് തലം അതിനുണ്ടായിക്കോട്ടെ എന്ന് മാത്രമാണ് ഒരു നസീഹത്തോടു കൂടെ ഉണർത്താനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ മൂന്ന് വിഭാഗത്തിന്റെയും അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ? കേരള നദ്വത്തുൽ മുജാഹിദീന് മർക്കസുദ് ദഅവയും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം, അതിപ്പോ വീണ്ടും ചർച്ചയായത് ബഹുമാന്യനായ എന്റെ സുഹൃത്തു കൂടിയായ നമ്മുടെ അൻസാർ സാഹിബിന്റെ ഒരു അതിന്റെ മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അൻസാർ സാഹിബിന്റെ ഒരു പ്രഭാഷണവുമായും അതിൽ അദ്ദേഹത്തിന് വന്ന ഒരു സ്ഖലിതം വലിയ ചർച്ചയായി. ആ ചർച്ചക്കൊക്കെ ആകെ ചെറിയ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ആ ചർച്ചയിലൂടെ പിന്നെ നടക്കുന്ന ചർവണങ്ങൾക്ക് എത്ര ഉറുപ്പിന്റെ ചെലവുകളും അതൊരു കണ്ടന്റായി എടുത്ത് അതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മേളനങ്ങളൊക്കെ നടത്തുക. വലിയ ആളുകളൊക്കെ വലിയ ചർച്ച. ആ പറഞ്ഞ ആള് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞപ്പോഴോ അതിന്റെ മേലില് ഞങ്ങൾ ഇന്നേ വരെ വിചാരിച്ചിരുന്ന ഒരു അവസരം കിട്ടിയതാണ് എന്ന നിലക്ക് വലിയ ചർച്ചകളൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ വളരെ ഗുണകാംക്ഷയോടുകൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ, കേരള നദ്വത്തുൽ മുജാഹിദീനിൽ ഈ പണ്ഡിതന്മാരെല്ലാവരും ഒന്നിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ. ഇന്നും ടി പി അബ്ദുള്ള കോയ മദനി ജീവിച്ചിരിപ്പുണ്ട്. എം മുഹമ്മദ് മദനി കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നായകത്വം വഹിക്കുന്ന നായകന്മാരായിട്ട്. അതുപോലെ തന്നെ ഇന്ന് മർക്കസുദ് ദഅവയുടെ നേതാവായിട്ട് അവർ പുതിയതായിട്ട് 3 വർഷത്തേക്കോ അല്ലെങ്കിൽ 5 വർഷത്തേക്കോ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും ഉന്നതനായി നിൽക്കുന്ന ബഹുമാനായ CP ഉമർ സുല്ലമി ജീവിച്ചിരിപ്പുണ്ടല്ലോ. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് വിശദത്തിന്റെ ചർച്ചയിലേക്ക് ഞാൻ വരാം. ഞാനൊന്ന് ചോദിക്കട്ടെ, CP ഉമർ സുല്ലമി ജീവിച്ചിരിപ്പുണ്ട്. 2 ആഴ്ച മുമ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൊച്ചിയിൽ വെച്ച്
ഇവിടെ ആദ്യം മതിലകത്ത് വെച്ച് ഒരു ചർച്ചയില് അനസ് മൗലവിയുടെ സംസാരത്തില് അദ്ദേഹം പറഞ്ഞു, ഈ വിഷയം നമ്മള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതൊന്നും നോക്കണ്ട, ഇത് വാക്കുമ്മ പിടിച്ചിട്ട് ആ ഞാണുമ്മ പിടിച്ചുള്ള കളികള് അത് ധാരാളം നടക്കാറുണ്ട്, എല്ലാ ഭാഗത്തും നടക്കാറുണ്ട്, നമ്മൾ അതിനോട് യോജിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. പക്ഷെ വസ്തുതകളെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? എന്താണ് അൻസാർ നന്മണ്ട സംസാരിച്ചത്? എന്താണ് പിശാച് വസ്വാസ് മാത്രം ഉണ്ടാക്കാൻ ഉള്ളൂ എന്ന് പറഞ്ഞതിനെ അദ്ദേഹത്തിന് ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ, അല്ലെങ്കിൽ ജംഇയ്യത്തുൽ ഉലമ ഖുർആനും സുന്നത്തും അനുസരിച്ച് മനസ്സിലാക്കിയ, ജംഇയ്യത്തുൽ ഉലമ അത് വെറുതെ തീരുമാനിച്ചോന്നല്ല, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതുപോലെ തന്നെ ഇജ്മാഇന്റെയും മുൻകാല സലഫി പണ്ഡിതന്മാരുടെയും ലോക മുസ്ലിം പണ്ഡിതന്മാരുടെയും ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ഇസ്ലാഹി പ്രബോധന രംഗത്ത് നമ്മുടെ നായകത്വം വഹിച്ചിട്ടുണ്ടായിരുന്ന നായകന്മാര് കെ എം മൗലവി അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഫത്വകളും അവരുടെ നിലപാടുകളും ഒക്കെ വെച്ചിട്ട് ജംഇയ്യത്തുൽ ഉലമ എത്തിയ ഒരു തീരുമാനം എന്താണ്? പിശാച് മനുഷ്യനെ ഉപദ്രവിക്കും, അത് വസ്വാസിലൂടെ ഉപദ്രവിക്കും. വസ്വാസ് അല്ലാത്ത രീതിയിൽ തന്നെ മസ്, അതേപോലെ തന്നെ അസല്ല എന്ന പ്രയോഗത്തിൽ വന്നിട്ടുണ്ട്, ഖുർആനിൽ വന്നിട്ടുണ്ട്, അതേപോലെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വസ്വാസും അതോടൊപ്പം തന്നെ വസ്വാസ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ മറ്റു പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും അങ്ങനെ മനസ്സിലാകുന്ന ഒരു നിലപാട് പണ്ഡിത ലോകം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതവിടെ നിർത്തുകയാണ്. എന്നാൽ ജനങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതെന്താണ്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനും അവന്റെ തൗഹീദും അവന്റെ അഖീദയും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ല തന്നതിനെ തടയാനോ അല്ല തടഞ്ഞതിനെ തരാനോ ലോകത്ത് ഒരു പൈശാചിക ശക്തിക്കും ഒരു കണ്ണേറിനും ഒരു പ്രവർത്തനത്തിനും ഭൗതികമായോ അഭൗതികമായ ഒരു ശക്തിക്കും എന്തിനു കഴിയില്ല? അള്ളാഹുവിന്റെ തീരുമാനത്തെയും അള്ളാഹു തീരുമാനിച്ചതിനെ മറികടക്കാനോ ഒരു ചുക്കും വരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ടും. ഇനി അത് മാത്രല്ല ഒന്നത്, മറ്റൊന്ന് സിഹറുമായി ബന്ധപ്പെട്ട്, ആ സിഹറുമായി ബന്ധപ്പെട്ട് എന്താണോ ഖുർആനിലും ഹദീസിലും ഉള്ളത് അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കുക. അത് തഖ്യീലാണ്. അതിൽ നിന്നും ചില ഒരു തഖ്യീലുകൾ ഉണ്ടാകും. ആ തഖ്യീൽ എന്താണ്? ചില തോന്നലുകളാണ്. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങള്. അതിനപ്പുറത്തേക്ക് ലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്ത, ഇന്നേ വരെ ഒരു സാഹിറും വിജയിച്ച ചരിത്രമില്ല. ലാ യദ്ഖുലുൽ ജന്നത മുഅ്മിനുൻ ബിസിഹ്ർ, സിഹറിലെങ്ങാനും ഇനി അതിനപ്പുറത്തേക്കുള്ളൊരു വിശ്വാസം, അല്ല തന്നതിനെ തടയാനോ അല്ല തടഞ്ഞതിനെ തരാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്നതിനും അപ്പുറത്തേക്ക് ഒരാൾ സിഹറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പോലും പ്രവേശിക്കുന്നില്ല എന്ന് പറയുന്ന ഹദീസുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ ലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്ത, ഇന്നേ വരെ ഒരു സാഹിറിനും ഒരു വിജയവും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ ഉണ്ടായിട്ടുള്ളത്? അത് ചില തഹീലുകളാണ്, ചില അനുഭവങ്ങളും ചില പ്രയാസപ്പെടുത്തലുകളും. അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ തീരുമാനത്തിന് മറികടക്കാനും അള്ളാഹു തീരുമാനിച്ചതിനപ്പുറത്തേക്ക് ഒരു പിശാചിനോ ഒരു സാഹിറിനോ ഒരു സിഹിറിനോ ഒരു കണ്ണേറിനോ ഇങ്ങനെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ കൊണ്ട് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുന്നതിനും പറ്റാത്തതിനും ഒന്നിനും സാധ്യമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഇവരെല്ലാവരും. എല്ലാവരും ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരായിരുന്നില്ലേ? അതിനപ്പുറത്തേക്ക് കേരള നദ്വത്തുൽ മുജാഹിദീനോ അല്ലെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമയോ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ വലിയ ആരോപണം? വസ്വാസ് മാത്രമല്ല, പിശാച് ബാധയുണ്ട് എന്ന് KNM പറയുന്നു, അല്ലെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമ അവകാശപ്പെടുന്നു. മസ്, പിശാച് ബാധയുണ്ട് എന്ന് അവര് അംഗീകരിക്കുന്നവരാണ് എന്നുള്ളതാണ് വലിയ ആരോപണം. അപ്പൊ പിശാച് വസ്വാസ് മാത്രമല്ല ഉണ്ടാക്കുക, അതായിരുന്നു അതിന്റെ വിഷയം. അഥവാ അൻസാർ സാഹിബ് സംസാരിച്ചതിൽ വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നുള്ളതിനെയാണ് അദ്ദേഹം തിരുത്തിയത്. വസ്വാസ് മാത്രമാണെന്ന് പറയാൻ പറ്റൂല, മറ്റു ചില വിഷയങ്ങളുണ്ട്. അത് ധാരാളം പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്നും വേണമെങ്കിൽ പണ്ഡിതന്മാരത് നിങ്ങൾ ഖുർആനിൽ
വസ്വാസ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളത് ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതായിട്ടുള്ള രേഖ അൻസാർ സാഹിബിന് ആരോ അയച്ചു കൊടുത്തപ്പോൾ ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആയതുകൊണ്ട് എന്റെ അടുത്ത് വന്നത് സ്ഖലിതമാണ്, ഞാനത് ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനമാണ്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം എന്ന് ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വാക്കിൽ വന്ന സ്ഖലിതത്തെ ഞാൻ തിരുത്തുന്നു. ഈ രീതിയിലാണല്ലോ അദ്ദേഹം അതിനെ അവതരിപ്പിച്ചത്. അത് വലിയ വിവാദമായി. അത് പറഞ്ഞു കൊടുക്കാം, ജമിയത്തുൽ ഉലമക്ക് എന്താണ് അധികാരം, അല്ലെ ജമിയത്തുൽ ഉലമ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളതൊക്കെ വിട്ടേക്ക്. അതിന്റെ ഇടയിൽ വേറെ ചില ആൾക്കാര് ഇപ്പൊ ജമിയത്തുൽ ഉലമയിലുള്ളവരൊക്കെ അഫ്ദൽ ഉലമ കഴിഞ്ഞവരല്ലേ, പറച്ചിൽ കേട്ടാൽ അഫ്ദൽ ഉലമ കഴിഞ്ഞ മുൻകാല സലഫി പണ്ഡിതന്മാർക്കും ഇസ്ലാഹി പണ്ഡിതന്മാർക്കും ഒന്നും ഒരു നിലയും വിലയില്ലേ. അപ്പോ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, ഇന്ന് CP ഉമർ സുല്ലമി ജീവിച്ചിരിപ്പുണ്ടല്ലോ, പറപ്പൂര് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഹഫിളഹുമുല്ലാ അല്ലേ. ഈ പ്രസ്ഥാനത്തിന് ഞങ്ങളൊക്കെ അടുത്ത കാലത്താണ് ഈ ആദർശം മനസ്സിലാക്കി കടന്നു വന്നത്. അതിന്റെ മുമ്പ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊട്ടപ്പുറം സംവാദം ഒക്കെ ബഹുമാനായ CP ഉമർ സുല്ലമി, അതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകൾ സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം സഹിച്ച പണ്ഡിതനാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തൗഹീദി രംഗത്ത് ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള ഹിമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതേപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് പണ്ഡിതനാണ്, ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ, ഖുർആനിന് പരിഭാഷ എഴുതിയ നല്ല സാത്വികനായ ഒരു പണ്ഡിതനായിട്ടാണ് അദ്ദേഹത്തെ ഞാനൊക്കെ കാണുന്നത്. എനിക്കൊക്കെ ഉണ്ടല്ലോ തുറന്ന മനസ്സോടുകൂടെയാണ് പറയുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒപ്പം അത് കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ തൗഹീദിന്റെ പ്രസ്ഥാനമാണ്. ആ ആദർശ പ്രസ്ഥാനത്തിന്റെ കൂടെ തൗഹീദ് മനസ്സിലാക്കിയ തൗഹീദ് തുറന്നു പറയാൻ ഒരു വേദി വേണം. ഞാൻ പഠിച്ചപ്പോ കേരളത്തിൽ ആദ്യം വന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയപ്പെടുന്ന KJUവിന്റെ കീഴിലായി വന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ അന്തസ്സുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതോടൊപ്പം ഒരന്ധമായ വിധേയത്വവും കേരള നദ്വത്തുൽ മുജാഹിദീനോടില്ല, ഒരന്ധമായ വിരോധം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോടോ അല്ലെങ്കിൽ മർക്കസുൽ ദഅവയോടോ ഈ സമയം വരെ പുലർത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. എന്നെ പോലത്തെ ധാരാളം ആളുകൾക്ക് അതിന്റെ ആവശ്യമില്ല. എന്തിന്? ആരോടെങ്കിലും വല്ല പടലപ്പിണക്കമോ കുടിപ്പകയോ ഉണ്ടെങ്കിലല്ലേ. അതില്ല. അത് ഉണ്ടാവാൻ ഇവരുമായിട്ടൊന്നും നമുക്കൊരു ബന്ധമില്ല. ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാരുമായിട്ടൊക്കെ ഇപ്പോൾ തന്നെ ഞാനൊക്കെ ഇപ്പൊ നാട്ടിൽ കുറച്ചായിട്ട് പോലും അടുത്ത കാലത്താണ് ഈ പണ്ഡിതന്മാരുമായിട്ട് കുറച്ചെങ്കിലൊക്കെ കണ്ടാൽ സലാം പറഞ്ഞു സംസാരിച്ചുള്ള ഒരു ബന്ധം. അതിനപ്പുറത്ത് അതിന്റെ ആവശ്യം ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം മനസ്സിലാക്കി തൗഹീദ് ആദർശം മനസ്സിലാക്കി വരുന്നവർക്ക് അത്രയേ ഉള്ളൂ. അവരൊക്കെ കാര്യങ്ങളെ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ കണ്ടന്റും അതിന്റെ ആദർശത്തിന്റെ മഹത്വവും മാത്രം നോക്കിയിട്ടാണ്, അല്ലാതെ പ്രസംഗത്തിന്റെ വൈഭവമോ അല്ലെങ്കിൽ സംഘടനാ സെറ്റപ്പോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും CP ഉമർ സുല്ലമിയും TP അബ്ദുള്ള കോയ മദനിയും M മുഹമ്മദ് മദനിയും അടക്കമുള്ള ഇന്നത്തെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്കിടയിൽ വല്ല വിവാദം ഉണ്ടായിരുന്നോ? നിങ്ങൾക്കിടയിൽ ഈ വിവാദമുണ്ടായിരുന്നോ? നിങ്ങൾ എന്റെ പൊന്നു പണ്ഡിതന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഉണ്ടായിട്ടില്ല എങ്കിൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതിനപ്പുറത്ത് എന്താണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പറഞ്ഞിട്ടുള്ളത്? CP ഉമർ സുല്ലമിയുടെ ഒരു ബുക്കിൽ വന്ന പരാമർശം ഞാൻ കേട്ടു. പുളിക്കലിൽ വെച്ച് ബഹുമാനായ അനസ് മൗലവിയുടെ സംസാരം ഞാനൊക്കെ അപ്പോഴാണ് കേൾക്കുന്നത്. അതിൽ പിശാജ് വസ്വാസ് എന്നതിനപ്പുറത്തേക്ക് മസ് എന്ന ഹദീസിന്റെ ഭാഗം, ഹദീസിൽ നിന്ന് വന്ന പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പിശാജുബാധയിൽ നിന്ന് റബ്ബിനോട് കാവലിനെ തേടുന്ന ആ പ്രയോഗം അങ്ങനെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് അനസ് മൗലവിയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടത് CM മൗലവി എന്ന് പറയപ്പെടുന്ന അവരുടെ ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പണ്ഡിതനുണ്ട് എന്നാണ്. എനിക്കറിയില്ല അദ്ദേഹത്തെ. ആ പണ്ഡിതന്റെ എഴുത്തിൽ കൃത്യമായിട്ട് പിശാജിന്റെ അടുക്കൽ നിന്ന് വസ്വാസിനപ്പുറത്തേക്ക് ശാരീരിക ഉപദ്രവം വരുത്തുന്ന അന്യഭാഷകളുടെ സംസാരം വരെ പോലും വരുന്ന രീതിയിലുള്ള മനുഷ്യന് ശാരീരിക ഉപദ്രവം വരുത്തിയേക്കാം എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം. ഞാൻ മനസ്സിലാക്കുന്ന CM മൗലവിയൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണെന്നാണ്. എനിക്കറിയില്ല. ഏതായിരുന്നാലും ആ പണ്ഡിതന്മാർ അന്ന് പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ട് വിവാദമായില്ല? അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാർ ഇന്നത് തിരുത്തിയിട്ടുണ്ടോ? ഇന്ന് മർക്കസുൽ ദഅവയുടെ നായകത്വം വഹിക്കുന്ന CP ഉമർ സുല്ലമിയുടെ ഗ്രന്ഥത്തിൽ അന്നും ഇന്നും ഇപ്പോഴുമില്ലേ? ഇതിനപ്പുറത്തേക്ക്
എന്താണ് ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത്? അന്നത് വിവാദമായില്ലെങ്കിൽ പിന്നെ ഇതെന്തുകൊണ്ട് വിവാദമാകുന്നു? മതിലകത്ത് വെച്ച് അനസ് മൗലവിയുടെ സംസാരത്തിന് ബഹുമാനനായ അബ്ദുൽ ലത്തീഫ് മൗലവി കരുമ്പിലാക്കൽ മറുപടി പറഞ്ഞപ്പോ ഞാനത് മുഴുവനായിട്ട് ഇരുന്ന് കേട്ടു. 1 മണിക്കൂറോളമുണ്ട്. ഞാൻ അതിൽ പ്രതീക്ഷിച്ചത് ഈ CM മൗലവി ആലുവ എഴുതിയതിനോ CP ഉമർ സുല്ലമി പറഞ്ഞതിനോ വിരുദ്ധമായിട്ട് ഇന്നതുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കണ്ടില്ല. ഞാനത് മുഴുവൻ കേട്ടു. മറ്റു പലതും പറഞ്ഞു. അവരുടെ ഐക്യ ചർച്ചയിൽ ഉണ്ടായിരുന്ന ആ വർത്തമാനങ്ങളും സ്കലിതങ്ങളും ഒക്കെ അതൊന്നും ഞങ്ങൾക്കാർക്കും കേൾക്കണ്ട. ഈ പിച്ചി നുള്ളി മാന്തി ഇതൊന്നും ഞങ്ങൾക്കാർക്കും കേൾക്കാൻ താല്പര്യമില്ല. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ അതൊക്കെ ഈ വിഷയങ്ങളിൽ വന്ന സ്കലിതങ്ങളിൽ വന്നതിനെ ആവർത്തിച്ച് വിവാദമാക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഞാൻ അടക്കമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ ആദർശം മനസ്സിലാക്കി വന്ന ധാരാളം ആളുകളുണ്ട്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഇത് വേണ്ട. ഈ പിച്ചി മാന്തി നുള്ളി എന്നുള്ളത് കേൾക്കാൻ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല. നിങ്ങൾ വിഷയത്തെ വിഷയമായി പറയണം. അതല്ലെങ്കിൽ ഞാനൊക്കെ, എന്നോട് ചില ആളുകൾ, എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ മർക്കസ് ദഅവയിൽ നിന്നും വിസ്ഡത്തിൽ നിന്നും ഒക്കെ ഉണ്ട്. അവരൊക്കെ പറയാറുണ്ട്, എന്താ സുഹീരൊക്കെ ഇപ്പൊ അങ്ങനെ നിൽക്കണേ, എന്റെ നിങ്ങളെന്താ അങ്ങനെ? ഞാൻ ഇവരോട് ചോദിക്കും, എന്തിന് 1 നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീന പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ ഇനിയും കുഴപ്പമുണ്ട് നിങ്ങൾ പറഞ്ഞോളി. അതിനപ്പുറത്തേക്ക് മറ്റാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, മൂപ്പർ അങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ അന്നത്തെ ക്ലിപ്പ് ഇവിടെ ഉണ്ട്, മൂപ്പർ അത്രയും കാലം അന്ന് അങ്ങനെ പ്രസംഗിച്ചാൽ ഇപ്പൊ എങ്ങനെ തിരുത്തി പറഞ്ഞത്, മൂപ്പര് തോപ ചെയ്താൽ തന്നെ മറ്റുള്ളവരൊക്കെ മാറുമോ, മൂപ്പര് പറഞ്ഞത് കാനമ്മിന്റെ ബാനറിൽ വെച്ചല്ലേ. ഈ ജാതി ചപ്പടാച്ചികൾ ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ ആരും ഒരാളും, ഞാനെന്നല്ല ഒരാളും ഈ വ്യക്തികളൊന്നും കണ്ടിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രഭാഷണത്തിന്റെ വൈഭവം കണ്ടു പോന്നവരല്ലല്ലോ. ഇസ്ലാഹി പ്രസ്ഥാനത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകം അത് വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുമാണ്. അതല്ലേ ഇസ്സത്ത്? അല്ലെങ്കിൽ നിങ്ങൾ അത് പറയണം. CP ഉമർ സലമിയും CM മൗലവി ആലുവ ഒക്കെ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്താണ്? അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലും അതേപോലെ തന്നെ പ്രാമാണികമായ മുഫസ്സിരീങ്ങളും പറഞ്ഞതിനപ്പുറത്തേക്ക് ഇനിയോ? ഇനി ഈ സിഹറിന്റെ ഹഖീഖത്തും തഅ്സീറുമായി ബന്ധപ്പെട്ട് ഐക്യത്തിന് ശേഷവും ഞാനൊക്കെ മനസ്സിലാക്കുന്നത് സിഹറിന് തഅ്സീറുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഇന്നുണ്ട് അന്നുണ്ട് എന്നാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സിഹറിന് തഅ്സീറുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കാത്തവരും പണ്ടുണ്ട് ഇപ്പോഴുണ്ട്. ഈ പണ്ടത്തങ്ങൾ വിട്ടാളി ഐക്യത്തിന് ശേഷം ഏതായാലും ഉണ്ട്. അതുകൊണ്ട് ഐക്യത്തിന് വല്ല കേടും വരും. അതുകൊണ്ട് ഐക്യത്തിന് എന്താ പ്രയാസം? അപ്പൊ അതല്ല, വീണ്ടും ഐക്യത്തിൽ നിന്ന് മാറിപ്പോയവരുടെ ലക്ഷ്യം അതല്ല, മറ്റു പലതുമാണ്, മറ്റു ചിലതുമാണ്. അതിന് മുജാഹിദുകൾക്ക് നേരല്ല എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരു അതിവാദം അതിലുണ്ട്. സിഹറിന് ഫലമുണ്ട്, തഅ്സീറുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ്. സിഹറിന് തഅ്സീറുണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് ശിർക്കാണ്. അത് കടുത്ത അപരാധമാണ്. മുസ്ലിം ഉമ്മത്തിനെ അധികവും മുസ്ലിം ഉമ്മത്തിൽ 90% വരുന്ന പണ്ഡിതന്മാരെയും, വേണമെങ്കിൽ 100 തന്നെ പറയാൻ പറ്റും, അല്ലെങ്കിൽ 99 തന്നെ പറയാൻ പറ്റും, 90 കൂട്ടിക്കോളിങ്ങൾ, ആ പണ്ഡിതന്മാരൊക്കെ കാഫിറും മുശ്രിക്കാക്കിയിട്ടുള്ള നിങ്ങളുടെ അതിവാദം ഉണ്ടല്ലോ, അത് കടുത്ത അപരാധമാണ്. അത് മർക്കസു ദഅവയിൽ നിന്നുള്ള ചില ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നു. CP ഉമർ സുല്ലമിക്കില്ല, കഴിയില്ല. ബുഖാരിയിൽ വന്ന ഹദീസുകൾ, റസൂലുള്ളാഹിക്ക് വേണ്ടി റസൂലുള്ളാഹിന്റെ പേരിൽ വന്ന ഹദീസുകളൊക്കെ അദ്ദേഹം കൃത്യമായി ഇടപെട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബുഖാരിയിലുള്ള പല ഹദീസുകളോടും അദ്ദേഹം ഒന്നും വേണ്ട, ഇനി മരണപ്പെട്ടു പോയ അബ്ദുസ്സലാം സുല്ലമി പോലും എടുത്ത ചില നിലപാടുകളെ ഞാൻ അത് ശരിക്ക് അതിന്റെ വശങ്ങളെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീൻ നിൽക്കുമ്പോൾ തന്നെ അബ്ദുസ്സലാം സുല്ലമി ഖബറിന്റെ ശിക്ഷയെ നിഷേധിക്കുന്നവനാണ് എന്നുള്ള ആരോപണത്തെ അന്നുണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോം മെസഞ്ചർ ബൈലക്സ് ആണ്. അവിടെ വെച്ച് തന്നെ എന്റെ കൂടെയുള്ള അനുയായികളോട് അങ്ങനത്തെ വാദം അദ്ദേഹത്തിന്റെ പേരിൽ പറയരുത്, കാരണം അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഞാൻ കേട്ടുന്നുണ്ട്, ആ സംസാരം ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. ഒരാൾക്ക് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം തിരുത്തിയാൽ അദ്ദേഹത്തിന്റെ പേരിൽ അത് പറയരുത്. കാരണം അബ്ദുസ്സലാം സുല്ലമിയൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ബിദ്അത്തിനും എതിരെ എഴുതിയ പേജുകളും
ബുക്കുകളും അത് പഠിച്ചു മനസ്സിലാക്കി റെഫർ ചെയ്തിട്ട് പ്രഭാഷണം നടത്തുന്ന ആളുകൾ ഒരു മാന്യതയില്ലാതെ അദ്ദേഹത്തെ ഒക്കെ വളരെ മോശമായി സംസാരിക്കുന്ന പ്രവണത പലരിൽ കാണുമ്പോൾ ഞാനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ കാട് കയറിയിട്ട് അവരുടെ അറിവുകളെ നാം മഹത്വം ഉള്ള അവരുടെ സേവനങ്ങളെ കാണാതെ പോകുന്നത്? ഇല്ലാത്ത വാദം ഒരാളുടെ പേരും നമ്മൾ പറയരുത്. ഒരാൾക്കും ഇനിയിപ്പോ ഉണ്ട്, അത് തിരുത്തിയാൽ പോലും കറന്റ്ലി അവരുടെ വാദം ചോദിക്കണം. അതാണ് ചെയ്യേണ്ടത്. എനിക്ക് മിനിഞ്ഞാന്ന് ഈ പുളിക്കര മുഖാമുഖത്തിൽ ഞാൻ ആ സ്റ്റേജിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ബാവക്ക എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം വലിയ സമസ്തയുടെ കുടുംബത്തിൽ നിന്ന് വന്ന് വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഭയങ്കര തള്ളിച്ചയിൽ അദ്ദേഹത്തിന് കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം, അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയാം, അദ്ദേഹം എന്നോമായ വിഷയം. പക്ഷെ അവിടെ ബഹുമാനായ ഹനീഫ് കായക്കൊടി മൗലവി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞാനിത് കുറെ മുമ്പ് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ ഹനീഫ് കായക്കൊടി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വാദം ഉണ്ടോ ഇല്ലേ, എന്നിട്ട് അത് നമ്മൾ സംസാരിച്ചാൽ മതി. നല്ലൊരു കാര്യമാണ്, നമ്മളെല്ലാവരും പ്രാവർത്തികാക്കേണ്ട ഒരു വിഷയമാണ്. ഒരാളുടെ പഴയ ക്ലിപ്പുകളും പഴയ വാദങ്ങളും എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്ത് ചർവണം നടത്തുന്ന സ്വഭാവം നമ്മളെല്ലാവരും മാറ്റണം. അവര് തിരുത്തിയിട്ടുണ്ടാകാം, അവര് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവാം. അവരോട് അതുകൊണ്ട് തന്നെ വിസ്ഡത്തിനോടായാലും മർക്കസുദ്ദഅവയോടായാലും കേരള ദഅവത്തുൽ മുജാഹിദീനോടായാലും അവരുടെ നിലപാട് ഇപ്പോഴെന്താണ് ചോദിച്ചിട്ട് ആ മെറിറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്ന് സംസാരിക്കണേ. പൊന്നു പണ്ഡിതന്മാരെ, പ്രബോധകന്മാരെ, ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിവാദം വീണ്ടും ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ സഹോദരങ്ങളോട് ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാൻ നിങ്ങളെങ്ങാനും ശ്രമിക്കുകയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഫിത്നയെ ഉണർത്തുന്നവനാണ് നാശം. നിങ്ങൾക്കൊക്കെ ചില ഭൗതിക നേട്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം, ചില താല്പര്യങ്ങൾ ഉണ്ടാകാം, അതിന് വേണ്ടിയെങ്ങാനും ഇനി നിങ്ങൾക്ക് ഐക്യത്തോട് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഐക്യപ്പെടണ്ട. നിങ്ങൾ അങ്ങനെ ഒരു മർക്കസുദ്ദഅവയായി പ്രവർത്തിച്ചോളൂ. പക്ഷേ മറ്റുള്ളവരുടെ അഭ്യന്തര ഐക്യത്തിൽപ്പെട്ടവർ ഐക്യപ്പെട്ട് ഭംഗിയോടുകൂടെ അവരൊരുമയോടുകൂടി പോയിക്കോട്ടെ. ഇത് നശിപ്പിക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾ എത്ര വലിയ ദഅവത്ത് നടത്തുന്നവരാണെന്ന് അഭിമാനിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. അതല്ല, നിങ്ങൾ ആശയത്തെ ആശയം കൊണ്ട് നേരിട്ടോളൂ, ആദർശത്തെ ആദർശം കൊണ്ട് നിങ്ങൾ നേരിട്ടോളൂ. എല്ലാ വചനങ്ങളും ആരോപണങ്ങളും പറഞ്ഞ് ഇനിയും കുത്തിത്തിരിപ്പുണ്ടാക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാന് ഈ പണ്ഡിതന്മാര്, ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടി പോവാണ്. അഥവാ ഈ CP ഉമർ സുല്ലമി, അദ്ദേഹം ജീവിച്ചിരിപ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് അന്ന് കൈകാര്യം ചെയ്തത്? അതിനപ്പുറത്തേക്ക് ഇല്ല എങ്കിൽ പിന്നെന്തിനാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ? വിസ്ഡത്തെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത് അറിയാതെ പോകുമ്പോ, അല്ലെങ്കിൽ മർക്കസുദ്ദഅവയിലെ പുതിയ തലമുറയിലും പഴയ ആളുകൾ അതിനെ ഒരു വല്ലാത്ത ഒരു വൈകാരികമായി എടുക്കുമ്പോ ആ വൈകാരികതക്കും അതിനുമപ്പുറത്താണ് ഹക്കെന്നറിയുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ മൗനം പാലിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് കേരള ദഅവത്തുൽ മുജാഹിദീനും മർക്കസുദ്ദഅവയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? രണ്ടെണ്ണാണ്. ഒന്നെന്താണ്? ഒന്ന്, സിഹറിന് തഅ്സീറുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് മർക്കസുദ്ദഅവ വാദിക്കുന്നു. കേന്നമ പറയുന്നു അത് തഅ്സീർ ഉണ്ടെന്ന് പറയുകയും തഅ്സീർ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ തഅ്സീർ ഉണ്ട് എന്നതിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പ്രാമാണികരായ മുഫസ്സിരീങ്ങളുടെ നിലപാടുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റവും പ്രബലമായ നിലപാടായിട്ട് അത് സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ തഅ്സീർ ഇല്ല എന്ന് പറയുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇസ്ലാഹി പ്രസ്ഥാനം ഐക്യത്തോടുകൂടെ ഒറ്റ സംഘടനയായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമല്ല. പിന്നെ അതിനുള്ള ഒരു അതിവാദം ഏതാണ്? ആ അതിവാദം, ആരെങ്കിലും സിഹറിന് തഅ്സീർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മുശ്രിക്കാണ് എന്ന വാദം, അവൻ ശിർക്ക് ചെയ്യുന്നവനാണെന്ന വാദം, അത് അതിവാദമാണ്, അത് പറയാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മുൻകാല മുജാഹിദ് പ്രസ്ഥാനവും കേരള ദഅവത്തുൽ മുജാഹിദീൻ ഇപ്പോഴും തമ്മിലുള്ള ഐക്യ മുജാഹിദ് തമ്മിലുള്ള പ്രശ്നം? അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊന്ന്, ഹദീസുകള് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മുത്തഫഖുൻ അലൈഹിയായി മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച് ഒന്നിച്ച് തീരുമാനമെടുത്ത ഹദീസുകൾ, ആ ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തള്ളാൻ നമുക്ക്, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന നിലക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിന് നിരൂപണം നടത്തുകയാണെങ്കിൽ തന്നെയും അതിന് ആ രീതിയിൽ തന്നെ തള്ളാതെ തന്നെ എന്ത് ചെയ്യണം? നമുക്ക്
അതിനെ ആ ബഹുമാനത്തോടും ആദരവോടും കൂടെ അതിനെ കാണുകയും ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണോ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിന് മേൽ മാറ്റിവെക്കാതെ അത് സ്വീകരിക്കുകയും വേണമെന്ന നിലപാട്. ഇത് ഏത് കാലത്തും മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചതല്ലേ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിസ്ഡവുമായി ബന്ധപ്പെട്ട് 2007 ലേഖനം വരുന്നതുമായിട്ടാണ് പുതിയ വിവാദം കടന്നു വരുന്നത്. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പ്രായമുള്ള മറ്റുള്ള പണ്ഡിതന്മാരും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തില് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേട്ടുകേൾവിയുണ്ടോ ഇങ്ങനത്തെ ഒരു വാദം? ഇതിനുള്ളിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന് കരുതി എന്നെ സഹായിക്കണേ എന്ന് കരുതി എന്നല്ലേ, എന്ന് വിശ്വസിച്ചു അല്ലെ, എന്നെ സഹായിക്കണേ, എനിക്ക് വെളിച്ചം തരണേ എന്ന ഒരു വാദം, അത് ശിർക്കല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് വന്നു, വിവാദമായി, ചർച്ചകൾ വന്നു, ദൗറകൾ നടന്നു. 25 ഞാനൊക്കെ അറിഞ്ഞതാണ്, 25 26 തവണ അതിനു വേണ്ടി ഇരുന്ന് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ചിലവഴിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം കൊടുത്ത് അവരോട് കാര്യങ്ങൾ അങ്ങനെ ധരിപ്പിച്ചു കൊടുത്ത്, എന്നിട്ടും അവർ തിരുത്താൻ പറഞ്ഞിട്ട് പലരും തിരുത്താതെ പോയി. ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നിൽ വിഷയം വന്നു. ജംഇയ്യത്തുൽ ഉലമ ഖുർആൻ പരിശോധിച്ചു, ഹദീസ് പരിശോധിച്ചു, മുൻകാല പണ്ഡിതന്മാരുടെ നിലപാട് പരിശോധിച്ചു, ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള സലഫി പണ്ഡിതന്മാരുടെ നിലപാട് പരിശോധിച്ചു, സൗദി അറേബ്യയിലെ പണ്ഡിത ലോകത്തിന്റെ ഫത്വകൾ പരിശോധിച്ചു. എല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തിആനത്തും ബിൽ ജിന്ന്, ജിന്നിനോടുള്ള സഹായത്തേട്ടം, അത് ഭൗതികമായാലും അഭൗതികമായാലും അതെന്താണ്, വഹും ഗായിബൂന അന്നാ വമശ്ഊലൂന ബിശൂനിഹിം, അവര് നമ്മളിൽ നിന്നും ഒരു അഭൗതിക ലോകത്താണ്. മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവര് ഗായിബാണ്. മുൻകാല പണ്ഡിതന്മാരും മുഴുവനും അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടം പ്രാർത്ഥനയാകുന്നത് 2 നിലക്ക്. ഒന്ന്, മരണപ്പെട്ടവരാണെങ്കിലും ഒക്കെ, ഗായിബാണെങ്കിലും അത് ഇസ്തിഗാസയാണ്, ദുആ ആണ്, അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നതിൽ ഏകോപിച്ചവരാണ്. അതേ ഗായിബിന്റെ നിലപാടാണ് ജിന്നുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നത്. ജംഇയ്യത്തുൽ ഉലമ ഈ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അത് ശിർക്കാണ് എന്ന് ഫത്വ പറഞ്ഞു. ഇതല്ലേ ജംഇയ്യത്തുൽ ഉലമ ചെയ്ത തെറ്റായിട്ട് വിസ്ഡമിനെടുത്ത് പറയാനുള്ളത്? ഇതാണല്ലോ കേരള നദ്വത്തുൽ മുജാഹിദീൻ ചെയ്ത തെറ്റായിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനെ പോലുള്ള വലിയ പണ്ഡിതന്മാര് ജീവിച്ചിരിപ്പില്ലേ? അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു വാദം, ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ ശിർക്കല്ലാത്ത ഒരു ഇനമുണ്ട് എന്ന ഒരു വാദം ഏതെങ്കിലും കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എന്തിനാണ് കേരള നദ്വത്തുൽ മുജാഹിദിനെയും കേരള ജംഇയ്യത്തുൽ ഉലമയെയും പഴി പറയുന്നത്? ആർക്കാണ് ആ വിഷയത്തിൽ പിഴച്ചത്? ഒന്ന് പഠന വിധേയമാക്കണ്ടേ? ഇല്ല എങ്കിൽ നിങ്ങൾ ഈ വിഴുപ്പലക്കലിന് എന്താണ് നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയാ? ഇന്ന നുള്ളി, ഇന്ന പിച്ചി, മാന്തി, മൂപ്പര് അങ്ങനെ കുറെ കാലം പറഞ്ഞു നടന്ന് ഇപ്പൊ തിരുത്തി അല്ലെ? ഇനി അങ്ങനെ ഒരാൾ കുറെ കാലം പറഞ്ഞു നടന്ന് അത് തിരുത്തിയാല് ആദ്യം ആ മുമ്പ് ഒരു 5-8 കൊല്ലം, ഒരു 5-6 കൊല്ലം ഒരു വ്യക്തി ഒരു കൂട്ടം വ്യക്തികളോ പറഞ്ഞു നടന്നതാണോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് വരിക? അങ്ങനെയാണോ നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മനസ്സിലാക്കിയിട്ടുള്ളത്? അതല്ല എങ്കിൽ ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്തായിരിക്കണം? ഇത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിലപാടല്ലേ? പിന്നെ നിങ്ങൾ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. മുമ്പ് അങ്ങനെ ഒരു വാദം വന്നില്ല. 2007 ഇങ്ങനത്തെ ഒരു വാദം കൊണ്ടുവരുന്നത്, പുതിയതായിട്ടൊരു വാദം കൊണ്ടുവരുന്നത്. ആ വാദം പിന്നെ പറയണത് അല്ലല്ല, അതിന്റെ മുന്നേ തന്നെ അതിന് ഒരു കാരണമാകുന്ന യാഇബാദുള്ള അയ്നൂനി എന്ന് പറഞ്ഞ ഒരു ഹദീസ് മുന്നേ ഉണ്ടല്ലോ, അത് വേറെ ചർച്ച. ഇനിയിപ്പൊ അത് വേറെ ആ ചർച്ചയിൽ ഏതെല്ലാം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നിട്ട് അത് വിവാദമായോ? അത് വിവാദമായില്ലേ? ഈ വാദം കൊണ്ടുവന്ന വ്യക്തി എന്നെ പറഞ്ഞത് ഞാൻ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടേയില്ല, ഞാനീ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് എന്റെ മേലിൽ പറയുന്നവർ പരലോകത്തെ ഭയപ്പെടട്ടെ, ഞാൻ അവിടുന്ന് പിടിച്ചോളാന്നാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വാദം അതുമായി ഒരു ബന്ധമില്ല. ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എപ്പോഴാണ് അഭൗതികമാവുക, എപ്പോഴാണ് അത് തേട്ടമാവുക, എപ്പോഴാണ് ശിർക്കാവുക എന്നുള്ളതാണ് എന്റെ ചർച്ച. എന്റെ ചർച്ചയും യായിബാദുള്ള അഴീനൂനും തമ്മിലൊരു ബന്ധമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് വിവാദമായത്.
അതെടുത്തിട്ടാണ് ഖുറാഫികൾ, ഇപ്പൊ ഞാനൊക്കെ കടന്നു വന്ന സമയമാണത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക്. എന്റെ കൂടെയുള്ള മുസ്ലിങ്ങൾ മൊയ്ലിയമാരൊക്കെ എനിക്കെതിരിട്ട് അടിച്ചത് എന്തായിരുന്നു? നിങ്ങൾക്ക് ജിന്നും മലക്കും പറ്റൂലേ, അമ്പിയാക്കളെ ഔലിയാക്കളെയും പറ്റൂലല്ലേ, അല്ലേ? അതാണ് ഞങ്ങളൊക്കെ കേട്ടത്. ഞാൻ അന്ന് എന്റെ ചില സുഹൃത്തുക്കൾ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അവരിന്ന് മറ്റു സംഘടനയിൽ വിസ്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഒന്ന് രണ്ട് പ്രബോധകരായിട്ടുള്ള അവര് വന്നപ്പോ, സൂര്യ ഞങ്ങളൊക്കെ കുടുങ്ങിക്കണ്, അവസാനം ഞങ്ങളൊക്കെ ഇപ്പൊ രക്ഷപ്പെടല് തലക്കണ്ടി ഉസ്താദിന്റെ കോലത്തില് ജിന്നു വന്നു എന്ന് പേരോടിന്റെ ഒരു പ്രസംഗത്തിന്റെ ആ ഒരു ക്ലിപ്പുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്, കെയ്ച്ചിലായി നിൽക്കുകയാണ്. കാരണം ഇതിന്റെ മുന്നിൽ ഉത്തരം പറയാൻ കഴിയാതെ കുടുങ്ങുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോലം. ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാളൊരു ശബ്ദം കേൾക്കുന്നു. അതിന്റെ മുന്നേ അദ്ദേഹം പറയുന്നുണ്ട് ജിബ്രീലുമായി ബന്ധപ്പെട്ട് ജിബ്രീലിനോട് ഹിദായത്ത് ചോദിക്കുന്നത് തെറ്റാണ്. അപ്പൊ വിഷയം അതാണ്. അത് അഭൗതികമായ തേട്ടമാണ്, അത് പറ്റൂല. എന്നാൽ ഇത് ഭൗതികമാണ്. പക്ഷെ ഇവിടെ ജിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗായിബാണെന്നുള്ള ചർച്ചയെ ഇവർ ചർച്ചയിൽ അതല്ലേ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഭൗതികാവട്ടെ അഭൗതികാവട്ടെ, ജിന്ന ഏതാണ് വകുപ്പ്? ഇതിലാർക്കും തർക്കമില്ലല്ലോ, നമ്മളെ സംബന്ധിച്ച് ഗായിബാണ്. സലഫി പണ്ഡിത ലോകം അഥവാ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ അവര് ഹാദിറാണെങ്കിലും അവര് അവരുടെ ലോകത്ത് ഹാദിറായിരിക്കാം, പക്ഷെ നമുക്ക് ഗായിബല്ലേ, നമുക്ക് ഗായിബല്ലേ, കാണുന്നില്ല, അദൃശ്യമാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അഭൗതികമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഗായിബാണ്. അതാണ് ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദമാണ് കേൾക്കുന്നുള്ളൂ, ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിക്കുകയാണ്. ആ രംഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ അക്സായത്തിൽ ഹുദൂഇ വരും, അതവിടെ വരൂലേ? അതും വരും, അവിടെ എല്ലാം വരും. അത് ഗായിബിന് വരും, അത് വരാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അത് ഇവർക്കൊക്കെ അറിയാം. ഒരു ആവറേജ് മുജാഹിദിന് അതറിയാം, ഏതൊരാൾക്കും അറിയാം. അത് കൃത്യമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാണെന്ന് പറഞ്ഞു. മുൻകാല പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലും ഈ വിഷയം വന്നാൽ അവരും അങ്ങനെ തന്നെ മറുപടി പറയുള്ളൂ. അതാണ് ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ ഇന്നും വിസ്തത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം പണ്ഡിതന്മാരൊക്കെ ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് അതങ്ങനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും പിന്നെ അതിന്റെ പേരിൽ വീണ്ടും ഈ ചർവണം നടത്തുമ്പോൾ പൊതുസമൂഹമുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. പൊതുസമൂഹം നമ്മിൽ നിന്ന് ദീന് പഠിക്കുന്ന, നമ്മിൽ നിന്ന്, ഞാനൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അൽ ഇസ്ലാഹ് മാസികയിൽ ഓരോ മാസവും ഓരോ സമസ്തയിൽ നിന്നും കടന്നു വന്ന ഉസ്താദുമാരുടെയും മറ്റുള്ള മുസ്ലിംമാരുടെയൊക്കെ അനുഭവങ്ങളായിരുന്നു ഓരോ മാസവും. അന്ന് അൽ ഇസ്ലാഹിന്റെ ഒരു എഡിറ്ററായിട്ട് ഉള്ള നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതാണ്, കോട്ടക്കലുള്ള ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്, സുഹരിയെ ഇപ്പൊ മാസത്തിൽ ഒരു അഭിമുഖം മതിയാവണില്ല, മാസത്തിൽ 2 അഭിമുഖം കൊടുക്കേണ്ട അവസ്ഥയിലാണ്. ഒരു ഒഴുക്കായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പണ്ഡിതന്മാര്, മുസ്ലിംമാര്, ഉസ്താദുമാര്. അവർക്ക് ഹക്ക് മനസ്സിലായിട്ട് ഒരു ഒഴുക്കായിരുന്നു. ആ ഒഴുക്കണ്ട് നിന്നല്ലോ. ഈ തമ്മിലടി കാരണം, ഈ അനാവശ്യ വിവാദങ്ങൾ കാരണം, ഈ വിഭാഗീയത കാരണം. നിങ്ങൾക്കൊക്കെ പൊതുസമൂഹത്തോട് ഒരു നസീഹത്ത് വേണ്ടേ? എന്റെ പ്രബോധകന്മാരെ, യുവ പ്രബോധകന്മാരെ, പണ്ഡിതന്മാരെ. അദ്ദീനു അന്നസീഹ എന്ന് മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നാളെ ഞാനും നിങ്ങളും റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. തലമുതിർന്ന നേതാക്കന്മാർ, ഈ കുഞ്ഞു പ്രബോധകന്മാർ ഈ വായിട്ടലക്കുന്നത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഭൗതിക താല്പര്യത്തിന്റെ പേരിലോ ആരുടെയെങ്കിലും പേരിലുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിലോ ഈ വിഴുപ്പലക്കൽ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ അടക്കമുള്ള പ്രബോധകന്മാർ നാളെ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. ഞാനിത് വീണ്ടും ഈ വിവാദം ഇങ്ങനെ കത്തിയെരിയുമ്പോ സഹി കെട്ടിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്, കഴിയാത്തത് കൊണ്ടാണ് സഹി. അല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഇനി കുറച്ച് ആൾക്കാർ അങ്ങോട്ട് മാറിയിട്ട് നിൽക്കും, അവര് ഫ്രീസായി മാറി നിൽക്കും, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ഇപ്പൊ അതുകൊണ്ടൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾക്കൊരു മണ്ണ് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന നിങ്ങളുടെ തോന്നലിൽ നിന്നെങ്ങാനും വീണ്ടും വിഭാഗീയതക്കും അനൈക്യ ശ്രമത്തിനും ഈ ജിന്നും സിഹറും പിശാചും പറഞ്ഞ് പരസ്യമായി പൊതുരംഗത്ത് വിഴുപ്പലക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ വൈജ്ഞാനിക ചർച്ചകൾ, നമ്മുടെ വൈജ്ഞാനിക ചർച്ചകൾ മറ്റുള്ളവർക്ക് ഇത് വിഴുപ്പലക്കലാണെന്ന് തോന്നും.
അവരത് പുറംകാലുകൊണ്ട് തള്ളുന്ന ഒരവസ്ഥയെ നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ചില വിഷയങ്ങൾ, ചില സങ്കടങ്ങൾ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. ബഹുമാന്യരായ നേതാക്കന്മാർ ഏതെങ്കിലും രീതിയിലുള്ള പദപ്രയോഗങ്ങളിൽ എന്റെ സംസാരത്തിൽ ഒരു അപാകത, അപക്വമായിട്ടോ ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് മാത്രം പറയുന്നു. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരാണെന്ന ആ ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടെ, ലക്ഷ്യത്തോടുകൂടെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് പ്രവർത്തിക്കണേ. ഈ വിഷയത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും കൂടെ ഈ ഉള്ളവനൊക്കെ നിൽക്കുന്നത് കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മോശമായി കാണാനും അല്ലെങ്കിൽ അവരെ പുച്ഛിക്കാനോ അല്ലെങ്കിൽ അവരോ വ്യക്തിവിരോധം തീർക്കാനോ അവരോട് ആരോടും ഒരു വിരോധവും വിയോജിപ്പുമില്ല. മസ്അലാപരമായ കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസങ്ങളാണെങ്കിൽ ആ ഇഖ്തിലാഫാത്തുകൾ പണ്ടേ ഉള്ളതാണ്. അതിനപ്പുറത്തേക്ക്